കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും വിക്ഷേപിക്കാനാവും എന്നതാണ് ഈ ക്രൂസ് മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. പറയാൻ പോകുന്നത് ബ്രഹ്മോസ് മിസൈലുകളെ പറ്റിയാണ്. ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സേനകളുടെ ഭാഗമാണ് ബ്രഹ്മോസ്. വകഭേദങ്ങൾക്കനുസരിച്ച് 300 മുതൽ 500 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലിന് റഡാറുകളെയും മിസൈൽ വേദ തോക്കുകളെയും മിസൈലുകളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്താനും സാധിക്കും. വേഗതയ്ക്കും കൃത്യതയ്ക്കും പേരുകേട്ട ബ്രഹ്മോസ് മിസൈലുകൾക്ക് രാജ്യാന്തര ആയുധ വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയും റഷ്യയുടെ NPOMഉം സംയുക്തമായി വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. കുറഞ്ഞത് 3 രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ നൽകുന്നതിന് വിയറ്റ്നാം, ഇന്തോനേഷ്യ, UAE എന്നീ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് MD അലക്സാണ്ടർ B. മക്സിച്ചേവ് വെളിപ്പെടുത്തിയത്. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ 3 രാജ്യങ്ങളുമായും ബ്രഹ്മോസ് മിസൈൽ കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കിയ അലക്സാണ്ടർ ഈ രാജ്യങ്ങളുമായുള്ള ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂഗുരുത്വം ഉപയോഗിച്ചാണ് പകുതി ദൂരത്തിന് ശേഷം സഞ്ചരിക്കാറുള്ളത്. എന്നാൽ ബ്രഹ്മോസ് പോലുള്ള ക്രൂസ് മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ മുതൽ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ ഇന്ധനം ഉപയോഗിച്ചാണ് സഞ്ചരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ സഞ്ചാരപാതയിൽ മാറ്റം വരുത്താനും ഇവയ്ക്ക് സാധിക്കും. ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് വകഭേദമായ ബ്രഹ്മോസ് 2വിനായി ഇന്ത്യയും റഷ്യയും പരിശ്രമിക്കുന്നുണ്ട്. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന മിസൈലായിരിക്കും ബ്രഹ്മോസ് 2. ഇന്ത്യയുടെ മിസൈൽ ആണവ പദ്ധതികൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന മുൻ രാഷ്ട്രപതി കൂടിയായ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാമിനുള്ള ആദരസൂചകമായി ബ്രഹ്മോസ് 2K എന്നാണ് ഈ മിസൈലിന് പേരിട്ടിരിക്കുന്നത്. 2005ലാണ് ബ്രഹ്മോസിന്റെ ആദ്യ പതിപ്പ് പരീക്ഷിച്ചത്. INS രജപുത്തിൽ നിന്നായിരുന്നു അത്. 2007 കരയിൽ നിന്നുള്ള പരീക്ഷണവും 2015 കടലിൽ നിന്നുള്ള പരീക്ഷണവും പൂർത്തിയാക്കി. 2017 സുഖോയ് 30യിൽ നിന്നും ബ്രഹ്മോസ് പരീക്ഷിച്ചു. മിഗ്, തേജസ് വിമാനങ്ങളിൽ ഉപയോഗിക്കാനാവുന്ന ഭാരം കുറഞ്ഞ മിസൈലായിരിക്കും ബ്രഹ്മോസ് 2. ഈ മിസൈലിൽ ദൂരപരിധി 350 കിലോമീറ്ററിൽ നിന്നും 400ലേക്ക് ഉയരുകയും ചെയ്യും. 2 സ്റ്റേജ് മിസൈലാണ് ബ്രഹ്മോസ്. ആദ്യ സ്റ്റേജിൽ സോളിഡ് പ്രൊപ്പല്ലന്റ് ബൂസ്റ്ററും 2ാം ഘട്ടത്തിൽ ലിക്വിഡ് റാംജെറ്റ് സംവിധാനവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി വാങ്ങിയ രാജ്യം ഫിലിപ്പീൻസ് ആയിരുന്നു. $37.49 കോടി ഫിലിപ്പീൻസ് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയത്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് നിർമ്മിച്ചിരിക്കുന്നത്. മാക് 2.8 മുതൽ 3 വരെയാണ് ബ്രഹ്മോസിന്റെ വേഗത. 1990കളിലാണ് രാജ്യത്തിന് ക്രൂയിസ് മിസൈൽ ആവശ്യമാണ് എന്ന ചിന്ത ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ടായത്. ഇതിന്റെ ഭാഗമായി അന്നത്തെ DRDO ചെയർമാനായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം റഷ്യൻ ഡെപ്യൂട്ടി ഡിഫൻസ് മന്ത്രിയായിരുന്ന NV മിഖാലോവും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. 1998 ഫെബ്രുവരിയിൽ മോസ്കോയിൽ വെച്ചായിരുന്നു ഇരുവരും കരാറിൽ ഒപ്പിട്ടത്. തുടർന്ന് 1998ലെ കരാറിന്റെ ഭാഗമായി DRDOയും NPOMഉം സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് രൂപീകരിച്ചു. സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ നിർമ്മിക്കുക എന്നതായിരുന്നു ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. 2001 ജൂൺ 12ന് ബ്രഹ്മോസ് മിസൈൽ ആദ്യ പരീക്ഷണം നടത്തുകയും ചെയ്തു. ഒഡീഷയിലെ ചാന്ദിപൂരിലായിരുന്നു മിസൈലിന്റെ ആദ്യ പരീക്ഷണം നടത്തിയത്. അവിടെ നിന്നങ്ങോട്ട് നിരവധി വികസന പ്രക്രിയകളിലൂടെ കടന്നുപോയാണ് ഇന്ന് കാണുന്ന മിസൈൽ രൂപപ്പെടുത്തിയെടുത്തത്.